Hello everyone, welcome back to Raj Talks. Preetham and Pedro, directed by Avinash Arun, created by the Rajkumar Hirani, Three Idiots, PK, Munna Bhai MBBS, Lage Raghu Munna Bhai. ഏറ്റവും അവസാനമായിട്ട് പുള്ളിയുടെ വന്ന രണ്ട് സിനിമകൾ എൻ്റെ ഓർമ്മയിൽ സഞ്ജുവും പിന്നെ ഏതായിരുന്നു ഡങ്കി ഷാറൂഖ് ഖാനെ വെച്ചിട്ട് ഇത് രണ്ടും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എല്ലാ സിനിമകളിലെയും ഡയലോഗ്സ് ആണെങ്കിലും സ്ക്രീൻ പ്ലേ ആണെങ്കിലും അതിലെ കോമഡി എലിമെൻറ്റ്സ് ആണെങ്കിലും അത്രയും ഇഷ്ടമുള്ള രാജ് കുമാർ ഇറാനിയുടെ മെയിൻ ക്യാരക്ടേഴ്സിനെല്ലാം ഒരു സ്ട്രഗിളുള്ള ഒരു ഇമോഷണൽ കണക്റ്റ് ആവുന്ന അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. ഈ സിനിമയിൽ എത്തി നിൽക്കുമ്പോഴും ആ ഒരു സംഭവം ഇതിനകത്ത് നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം മെയിൻ ക്യാരക്ടറായിട്ട് വരുന്ന അർഷദ് വാർസി ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പെദ്രോ ഗോവ ബേസ്ഡ് ആണ്. ഒരു ക്രൈം യൂണിറ്റിൻ്റെ ചീഫായിട്ടുള്ള ഒരാൾ, ഒരു ഇൻസ്പെക്ടറാണ്. ക്രൈം സോൾവ് ചെയ്യാനുള്ള പുള്ളിയുടെ സ്കില്ല്, പുള്ളി ഒരു അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയുള്ള പുള്ളി പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. പക്ഷേ പുള്ളിക്കും ഒരുപാട് ഇമോഷണൽ ട്രോമയും കാര്യങ്ങളും പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. മകൻ മരിച്ചുപോയി. അതിൻ്റെയൊക്കെ കുറേ റിലവേഷൻസ് സിനിമയുടെ ഒരു അഞ്ചാമത്തെ എപ്പിസോഡിലോ നാലാമത്തെ എപ്പിസോഡിലോ വരുന്നുണ്ട്. ആ സമയത്തുള്ള പുള്ളിയുടെ ഒരു ഇമോഷണൽ ബോസ്റ്റ് ഔട്ട് ഉണ്ട്. നമുക്ക് വിഷമം വന്നു. അതായത് അച്ഛനായിട്ട് ഇരുന്നിട്ട് പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എൻ്റെ മോനെ കൊന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അഭിനയിക്കുന്നൊരിതുണ്ട്. ഫസ്റ്റ് രണ്ട് മൂന്ന് എപ്പിസോഡ്സിൽ വരുന്ന പുള്ളിയുടെ അസാധ്യ കോമഡി ടൈമിങ്ങുകളുണ്ട്. ഒരു ഹാക്കറായിട്ട് വരുന്ന എത്തിക്കൽ ഹാക്കർ, അല്ലെങ്കിൽ പോലീസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹാക്കർ, അല്ലെങ്കിൽ ഹാക്കിംഗ് പരിപാടിയൊക്കെ വിട്ടിട്ട് ഒരു വാക്യൂം ക്ലീനറിൻ്റെ സെയിൽസ് പേഴ്സണായി വരുന്ന പ്രീതം എന്ന് പറയുന്ന ക്യാരക്ടർ ഡൺ ബൈ വീർ ഹിറാനി, രാജ്കുമാർ ഹിറാനിയുടെ മകനാണ്. ഫസ്റ്റ് ടൈം അഭിനയിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സ്ഥലങ്ങളിൽ ഇച്ചിരി ഫ്ലാറ്റ് ആവുകയും ചില സ്ഥലങ്ങളിൽ എക്സെപ്ഷണലി നല്ല രസകരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും ഒരു റൊമാൻസ് ത്രൂ ഔട്ട് ഇതിനകത്ത് പോകുന്നുണ്ട്. അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതിനകത്ത് ആകെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രീ ഓഫ് അസ് കാൺവാർ ഒക്കെ ഡയറക്റ്റ് ചെയ്ത അവിനാശ് അരുൺ വിത്ത് ഇതുപോലെ ഭയങ്കര രസകരമായിട്ടുള്ള ഇമോഷണൽ പ്ലസ് കോമഡി ക്യാരക്ടേഴ്സൊക്കെ എഴുതി ഫലിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഡയലോഗ്സിലൂടെ രസകരമാക്കുന്ന രാജ്കുമാർ ഹിറാനിയുടെ കോമ്പിനേഷൻ, ഈ രണ്ട് കോമ്പിനേഷനോടെ വന്നപ്പോൾ പറ്റിയ പാളിച്ചയാണോ എനിക്കറിയില്ല. അതിലൊരു ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു മേക്കിംഗ് രീതിയുണ്ട്. പിന്നെ 5 എപ്പിസോഡിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് പറയുന്നത് തീർച്ചയായിട്ടും സ്പോയിലർ ഉണ്ടാവും. ഇതൊരു 6 വരെ വലിച്ചു നീട്ടി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നാലാമത്തെ എപ്പിസോഡ് വരെയും അത്യാവശ്യം ഹാഫ് ആൻ അവർ വെച്ചായതുകൊണ്ട് നല്ല ചടുലമായ വേഗതയാണിതിന്. ഒരുപാട് ലൂപ്പ് ഹോൾസുകളുണ്ട്. സിനിമാറ്റിക് എലിമെൻറ്റ്സ് ഒരുപാട് ലിബർട്ടി ഇതിനകത്ത് എടുക്കുന്നുണ്ട്. ഹാവിങ് സെഡ് ദാറ്റ്, ഞാൻ ഈ പറഞ്ഞ ഈ കോമ്പിനേഷൻ ഇതുപോലത്തെ കുറേ പരിപാടി, മോന സിംഗ് എന്ന് പറഞ്ഞ നടിയുണ്ടല്ലോ, എന്ത് ബാസ്റ്റേർഡ്സ് ഓഫ് ബോളിവുഡോ ബാഡാസ് ഓഫ് ബോളിവുഡ്സ്, അതിനകത്ത് വന്ന നടി, അവർ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ചേ ഉള്ളൂ അവർക്ക് റോള്. ബോമൻ ഇറാനി ഒരു ഗസ്റ്റ് അപ്പിയറൻസിൽ വരുന്നുണ്ട്. വിക്രാന്ത് മാസി വില്ലനായിട്ട് വരുന്നുണ്ട്. പുള്ളി വില്ലനായിട്ട് ഇടയ്ക്ക് നെറ്റ്ഫ്ലിക്സിൽ ഈ കുട്ടികളെയൊക്കെ കൊന്ന് ഓടയിലൊക്കെ ഒതുക്കി പാർട്സ് ആയിട്ട് കട്ട് ചെയ്ത് ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. അതിനകത്തെ വിക്രാന്ത് മാസി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇതിനകത്ത് വിക്രാന്ത് മാസി പൊളിച്ചടുക്കിയിട്ടുണ്ട്. പുള്ളിക്കും ഒരു പാസ്റ്റ് ഉണ്ട്, പുള്ളിയുടെ ഒരു പ്രതികാരമുണ്ട്. അതൊക്കെ ഇതിനകത്തോട്ട് വന്ന് ഇതെല്ലാം കൂടെ ബ്ലെൻഡായി. പിന്നെ കോയിൻസിഡൻസുകളുടെ അയ്യർ കളിയാണ് ഇതിനകത്ത്. ഒരു കോമഡി ഭയങ്കര രസകരമായിട്ട് എനിക്ക് വർക്കൗട്ട് ആയതെന്ന് വെച്ചാൽ, അത് ഒരു ചെറിയ കാര്യം പറയുന്നത്, അങ്ങനെ ഓരോ വേർഡ് ബൈ വേർഡ്, സെന്റൻസ് ബൈ സെന്റൻസ് ഒരുപാട് കോമഡി നന്നായിട്ട് ഇതിനകത്ത് വർക്കായിട്ടുണ്ട്. ഫൂഷ്യ പിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു പിങ്ക് ഉണ്ട്. അത് എനിക്ക് വെബ് സീരീസ് കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത്. ആ പിങ്ക് ഉള്ളൊരു മൊബൈൽ ഫോണുണ്ട്. അപ്പോൾ ആ മൊബൈൽ ഫോണിനെ കടയിൽ പോയി എത്തുമ്പോഴത്തേക്കും ചൂത്തിയ പിങ്ക് എന്നാവും. അത് അർഷദ് വാസി പറയുന്ന രീതി, അർഷദ് വാസിയുടെ കൂട്ടത്തിൽ ഒരു കോൺസ്റ്റബിൾ അഭിനയിച്ചിട്ടുണ്ട് ത്രൂ ഔട്ട്. ആ പേരെടുത്ത് പറയേണ്ട ഒരു വ്യക്തിയാണ്. പുള്ളി രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ നല്ല പെർഫോമൻസുകൾ, കുറച്ച് ഔട്ട്ഡേറ്റഡ് മേക്കിംഗ്, അതാണ് ഇതിൻ്റെ പ്രശ്നം. ബട്ട് സ്റ്റിൽ ഞാൻ നല്ല എൻജോയ് ചെയ്ത് വാച്ച് ചെയ്ത് എനിക്ക് അങ്ങനെ ഒരു സമയം നഷ്ടമുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇതിനകത്ത് രണ്ട് സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ട്. ആദ്യമേ തന്നെ ഇവർക്ക് ക്രെഡിറ്റ്സ് എല്ലാം എഴുതി കാണിക്കുന്നുണ്ട്. സഞ്ജയ് ദത്തും വീരേന്ദ്ര സേവാഗ്, ഇവരെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു രീതിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ദ ഹോൾ സ്റ്റോറി ഫസ്റ്റ് 2 എപ്പിസോഡ് ഈ രണ്ട് ക്യാരക്ടറെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് അർഷദ് വാർസിയുടെ കോൺഫ്ലിക്റ്റ്, വീർ ഇറാനിയുടെ കോൺഫ്ലിക്റ്റ്. ഈ രണ്ട് കോൺഫ്ലിക്ട്സും ഇവരുടെ ബാക്ക് സ്റ്റോറിയും ഒക്കെ കാണിച്ചതിന് ശേഷം ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് കടക്കുകയാണ്. ഗോവയിലെ തന്നെ ഒരു മന്ത്രിയുടെ സ്പോർട്സ് മിനിസ്റ്ററിൻ്റെ മകനെ കടത്തിക്കൊണ്ടു പോവുകയും അതിലെങ്ങനെ ഇവർ കണ്ടുപിടിക്കുന്നു. അർഷദ് വാർസിക്ക് ലാപ്ടോപ്പിൻ്റെ ABCD അറിയില്ല, ഇൻ്റർനെറ്റിനെ പറ്റി അറിയില്ല, സൈബർ ക്രൈമിനെ പറ്റി ഒരു വിവരവും ഇല്ല. പക്ഷേ പ്രാക്ടിക്കലായിട്ട് കേസ് തെളിയിക്കാൻ പുള്ളി അഗ്രഗണ്യനാണ്. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചേരുന്നു. IT തന്നെ, അല്ലെങ്കിൽ ഈ സൈബർ ക്രൈമിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്, ഈ ബ്ലൂ വെയിൽ ഗെയിമിംഗ് പോലുള്ള സംഭവങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്
അത് ഓരോരുത്തരുടെ ലൈഫിലെ അഫക്റ്റ് ആവുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ, അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അങ്ങനെ ഒരുപാട് സംഗതികളെ നല്ല രസകരമായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അതിലൊക്കെ ചിലയിടത്തൊക്കെ ഒരുപാട് ഫ്രഷ്‌നെസ് ഉണ്ട്. ചില ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അറിവുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇനി അത് ഫാക്റ്റ് ആണോ എന്ന് പോലും അറിയില്ല. അത് സിനിമാറ്റിക് ലിബർട്ടി ആണോന്നും അറിയില്ല. പക്ഷെ എഗെയിൻ ലാസ്റ്റ് ഒരു 5, 6 എപ്പിസോഡിൽ കുറച്ച് സിനിമാറ്റിക് ആയിട്ട് എല്ലാം വളരെ എളുപ്പത്തിൽ കിട്ടുന്ന പോലുള്ള കുറച്ച് പരിപാടികളുണ്ട്. ബട്ട് സ്റ്റിൽ കൊള്ളാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു എബോവ് ആവറേജ് വാച്ച്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആദ്യത്തെ 4 എപ്പിസോഡ്, മുമ്പ് പറഞ്ഞതുപോലെ ലാസ്റ്റ് ഒരു 2 എപ്പിസോഡ്സിൽ എല്ലാം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നിർത്തുന്നു. ഒരു പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ ലഗേ രഹോ മുന്നായി ഭായ് പോലെ ഒരു സെക്കൻഡ് സീസണൊക്കെ കൊണ്ടുവരാൻ പറ്റിയ, കുറച്ചുകൂടെയൊക്കെ ഫാസ്റ്റ് പേസ് ആയി മേക്കിങ്ങിലൊക്കെ കുറച്ചുകൂടി ഒരു ചടുലതയൊക്കെ കൊണ്ടുവന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് വരേണ്ട ഒരു സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉണ്ട്. കഥയിൽ ഉണ്ടായിരുന്നു. അതിനെ കുറച്ചുകൂടെ നന്നായി എക്സിക്യൂട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ നല്ല പെർഫോമൻസുകൾ, നല്ല കോമഡി, കണ്ടുനോക്കുക.